ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ ദൈവജനമേ, വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതനിവര നാമത്തിൽ ഇവർക്കും എൻ്റെ സ്നേഹവന്ദനം. നീ മതി യേശുവേ ഈ ചാനലിലെ ഇവിടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ദൈവകൃപ അനുഭവിപ്പാനും ദൈവിക ശക്തി അനുഭവിപ്പാനും ഒക്കെ ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. നാൾ തോറും നമ്മെ വഴി നടത്തുന്ന ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. പ്രത്യേകിച്ചും ഈ ഡിസംബർ മാസത്തിൻ്റെ 3-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവ് മാറാത്തവൻ, മറക്കാത്തവൻ, കൈവിടാത്ത ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ധൈര്യത്തോടുകൂടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. നമ്മെ തന്നെ ദൈവകരങ്ങൾ കൊടുക്കാം. ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നമ്മുടെ കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന മഹോന്നതനായ, ഉന്നതനായ, വലിയവനായ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ധന്യമായ ഈ ദിനത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ തന്നെ വിനയപ്പെടുത്തുന്നു. കർത്താവെ, അവിടുത്തെ സ്നേഹം, അവിടുത്തെ കൃപ, അവിടുത്തെ ദയ എത്ര വലിയത്. ദൈവമേ, അങ്ങല്ലാതെ ഒരു ജീവിതം ഞങ്ങൾക്കില്ല പിതാവേ. അവിടുത്തെ സ്നേഹം എത്ര അവർണ്ണനീയം. നാഥ, ഇന്നയോളം ഞങ്ങളെ കരം പിടിച്ച് നടത്തിയല്ലോ. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ക്രിസ്തുവിൽ ജീവിക്കുവാനും ക്രിസ്തുവിലൂടെയുള്ള നന്മകളെ അനുഭവിക്കുവാനും കർത്താവെ, ക്രിസ്തു നൽകുന്ന സത്യത്തിൽ ജീവിപ്പാനൊക്കെ ദൈവം ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യും. ഈ ലോകം ഞങ്ങൾക്ക് നൽകുന്ന ബന്ധനങ്ങളിൽ നിന്നൊക്കെ മോചിക്കുവാൻ 2000 വർഷം മുമ്പ് കർത്താവ് ഈ ലോകത്തിൽ അവതരിച്ചല്ലോ. ആ നന്മ ഇപ്പോഴും ഞങ്ങളെ പിന്തുടരുന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളും അവിടുത്തെ പാദത്തെ, വിശുദ്ധ പാദങ്ങളെ ചുംബിക്കുന്നു. ദൈവ സാന്നിധ്യത്താൽ ഞങ്ങൾ നിറയപ്പെടട്ടെ. യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ, ആമീൻ. പ്രിയരെ, കഴിഞ്ഞ ആഴ്ച ധ്യാനത്തിൻ്റെ ഒടുവിൽ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ആരെ പേടിച്ചിട്ടാണ് മരുഭൂമിയിലേക്ക് ഏലിയാവ് ഓടിപ്പോയത്? എല്ലാവരും ശരിയായ ആൻസർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വലിയ സന്തോഷമുണ്ട്. ആൻസർ നിങ്ങൾ രേഖപ്പെടുത്തിയത് തന്നെയാണ്. ഇസബേലിനെ പേടിച്ചിട്ടാണ് ഏലിയാവ് മരുഭൂമിയിലേക്ക് ഓടിപ്പോയത്. കമൻറ്റ് ബോക്സിൽ ഉത്തരങ്ങൾ, ആൻസറുകൾ രേഖപ്പെടുത്തിയ ഏവരോടുമുള്ള നന്ദി, സ്നേഹവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഇതിനാൽ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒടുവിലും ഒരു ചോദ്യമുണ്ടാകും. ശ്രദ്ധയോടെ നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ നമുക്ക് കേൾക്കാം. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന ചിന്താവിഷയം സ്വാതന്ത്ര്യം, സന്തോഷം, ജീവിതം എന്നതിനെക്കുറിച്ചാണ്. സ്വാതന്ത്ര്യം, സന്തോഷം, ജീവിതം എന്നതിനെ ആസ്പദമാക്കി റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളെയാണ് നാം ഇന്ന് ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ചോദ്യത്തോടു കൂടെ ആരംഭിക്കട്ടെ. നാം ഈ കാലഘട്ടത്ത്, പ്രത്യേകിച്ചും 2024 ക്രിസ്മസിൻ്റെ സ്മരണകൾ പുതുക്കുന്ന ഈ ഒരു കാലഘട്ടത്ത്, ക്രിസ്തുവിൻ്റെ 1-ാമത്തെ ആഗമനത്തെ സ്മരിക്കുന്ന ഈ കാലഘട്ടത്ത് നാം ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനങ്ങളിലൂടെയാണോ നാം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്? നാം ഏതിലെങ്കിലും ബന്ധിക്കപ്പെട്ട അനുഭവത്തിലാണ്? ചിന്തകളിൽ, സ്വഭാവങ്ങളിൽ, പ്രവർത്തികളിൽ, മറ്റ് ഏതെങ്കിലും വിഷയങ്ങൾ, ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളിൽ എവിടെയെങ്കിലും ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണോ നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങളൊരു നിമിഷം ആന്തരികമായി ഒന്ന് ചിന്തിക്കുക. ഈ ബന്ധനമുണ്ടെങ്കിൽ, ഈ ബന്ധനത്തിനാലാണ് ഇന്ന് മനുഷ്യ ജീവിതത്തിൽ സന്തോഷമില്ലാത്തത്, സമാധാനമില്ലാത്തത്, സ്വാതന്ത്ര്യം ഇല്ലാത്തത്. കാരണം ഇന്നും മനുഷ്യൻ ബന്ധനത്തിൽ കഴിയുന്നു എന്നുള്ളതാണ്. എവിടെയാണോ ബന്ധനങ്ങളുള്ളത് അവിടെ ഈ 3 നന്മകളും നഷ്ടമായിരിക്കും. സന്തോഷം കാണുകയില്ല, സമാധാനം ഉണ്ടായിരിക്കുകയില്ല, സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുകയില്ല. ശരിയല്ലേ പ്രിയമുള്ളവരെ? ഇന്ന് എനിക്കോ നിങ്ങൾക്കോ
ഈ 3 നന്മകൾ, സ്വാതന്ത്ര്യം, സമാധാനം, സന്തോഷമില്ല എങ്കിൽ ഓർക്കുക, എവിടെയോ നാം ബന്ധിക്കപ്പെട്ടവർ ആകുന്നു. ഏതോ വിഷയങ്ങളിൽ നാം ബന്ധിക്കപ്പെട്ട അനുഭവത്തിൽ ഇന്നും കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ്. മനഃശാസ്ത്രപരമായി മനുഷ്യൻ സന്തോഷത്തിനായി, സമാധാനത്തിനായി, സ്വാതന്ത്ര്യത്തിനായി കണ്ടെത്തുന്ന വഴികളാണ് അതിൻ്റെ ഒടുവിൽ അത് ബന്ധനങ്ങളായിട്ട് മാറുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഞാൻ എൻ്റെ സമാധാനത്തിന് വേണ്ടി, എൻ്റെ സന്തോഷത്തിന് വേണ്ടി, എൻ്റെ ആനന്ദത്തിന് വേണ്ടി, എൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ കണ്ടെത്തുന്ന വഴികൾ, ആ വഴികൾ തന്നെ ഒരിക്കൽ എൻ്റെ ജീവിതത്തിൻ്റെ ബന്ധനങ്ങളായി മാറുന്നു എന്നതാണ്. ഇന്ന് മനുഷ്യന് സ്വാതന്ത്ര്യം ആവശ്യമാണ്. പ്രത്യേകിച്ചും ഇന്ന് മനുഷ്യ ജീവിതത്തിൻ്റെ പ്രത്യേക മേഖലകളായ പാപത്തിൽ നിന്നുമുള്ള ഒരു സ്വാതന്ത്ര്യം മനുഷ്യന് ആവശ്യമാണ്. വേദനകളിൽ നിന്നും, മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും, മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും മനുഷ്യന് ഇന്ന് സ്വാതന്ത്ര്യം ആവശ്യമാണ്. വെറുക്കപ്പെടലിൻ്റെ അനുഭവം, അവഗണനകൾ, ഇവയിൽ നിന്നും മനുഷ്യന് മോചനം ആവശ്യമാണ്. കഠിന വിദ്വേഷങ്ങൾ, ദേഷ്യം, ഈ സ്വഭാവങ്ങളിൽ നിന്ന് മനുഷ്യന് മോചനം ആവശ്യമാണ്. ഭോഗാസക്തി, ലൈംഗിക ബന്ധങ്ങൾ, അതുപോലെ തന്നെ ലൈംഗിക ആസക്തി എന്നിവയിൽ നിന്നുള്ള മോചനം മനുഷ്യന് ആവശ്യമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ജയിലിൽ അടയ്ക്കപ്പെട്ടതുപോലുള്ള മനുഷ്യൻ്റെ ജീവിതം. മനുഷ്യൻ എല്ലായിടത്തും സഞ്ചരിക്കുന്നുണ്ട്, മനുഷ്യൻ എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാം നേടുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ്റെ ജീവിതം ഇന്നും ജയിലിൽ, ഒരു തുറുങ്കിൽ അടയ്ക്കപ്പെട്ട ജീവിതത്തിന് സമാനമായിട്ടാണ് അവൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ചിലരൊക്കെ ഞങ്ങളുടെ അരികിൽ പ്രാർത്ഥനയ്ക്കായി വരുമ്പോൾ, കൗൺസിലിങ്ങിനായി വരുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ വരും. പക്ഷേ അവിടെ ജീവിത വിഷയങ്ങളെ പറയുവാൻ തുടങ്ങിക്കഴിയുമ്പോൾ അവർ പൊട്ടിക്കരയാറുണ്ട്. ധാരധാരയായിട്ട് കണ്ണിലൂടെ കണ്ണുനീരൊഴുകും. ചിലരൊക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവിടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവാത്മാവ് തരുന്ന വാക്കുകൾ, ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാതെ അവർ വിങ്ങിപ്പൊട്ടിക്കരയാറുണ്ട്. കാരണം they are in bondage. അവർ ബന്ധനത്തിൽ ആകുന്നു, ഒരു വലിയ ബോണ്ടേജിലാണ്. പ്രിയമുള്ളവരെ, ജയിലിൽ അടയ്ക്കപ്പെട്ടതുപോലെയുള്ള അനുഭവങ്ങളാണ് ബന്ധനങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധനങ്ങൾ ആയിരിക്കുന്നത് പറയുവാൻ സാധിക്കും. ജീവിതത്തിൽ ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ, ഇന്ന് സന്തോഷം, സമാധാനം, അല്ലെങ്കിൽ തങ്ങളുടെ ഭോഗാസക്തിക്ക് വേണ്ടി കണ്ടെത്തുന്ന വഴികളാണ് മനുഷ്യന് പിന്നെ വയ്യാവേലികളായിട്ട് തീരുന്നത്. ഒരു സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ കേട്ട ഒരു സ്റ്റോറിയാണ്, മറ്റാരോ പറഞ്ഞ സ്റ്റോറിയാണ്. ഞാൻ അതിനിവിടെ ആവർത്തിക്കുകയാണ്. ഒരിക്കൽ നയാഗ്ര നദിയിലൂടെ ഒരു മഴക്കാലത്ത്, കഠിനമായ മഴക്കാലത്ത് ഒരു ശവശരീരം ഒഴുകി വരികയായിരുന്നു. ഒരു ഡെഡ് ബോഡി, ഹ്യൂമൻ ബോഡിയാണ്, ഇങ്ങനെ ഒഴുകി വരികയാണ്. കുറേ കഴുകന്മാർ ഈ ശവത്തെ കാണുവാനിടയായി. അതിൽ കുറേ കഴുകന്മാർ ഇത് കണ്ട ഉടൻ തന്നെ ഓടി വന്ന് ഈ ശവത്തിന് പുറത്തിരുന്ന് ഇത് കൊത്തി ഭക്ഷിക്കുവാനിടയായി. ഇത് ഈ ശവം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കഴുക്കൻ. കുറച്ചെത്തിയപ്പോൾ, കുറെ കൂടെ കഴിഞ്ഞാൽ നയാഗ്ര വെള്ളച്ചാട്ടമാണ്, വലിയൊരു ഫോൾസാണ്. അപ്പോൾ കുറേ കഴുകന്മാരെല്ലാം പറന്നുപോയി. കാരണം ഇവർക്കറിയാം തൊട്ടടുത്ത് ഒരു വലിയ അപകടം പതിയിരിക്കുകയാണ്. പക്ഷേ ഒരു കഴുകൻ മാത്രം പറന്നു പോകുവാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ മറ്റ് കഴുകന്മാർ ഈ കഴുകനോട് പറയുകയാണ്, നീ വേഗത്തിൽ പറന്നു വാ, ഇല്ലെങ്കിൽ നീ അപകടത്തിൽപ്പെടും. തൊട്ടരികിൽ നിനക്കറിയാമല്ലോ, ഒരു ഫാൾസാണ്, നയാഗ്ര വെള്ളച്ചാട്ടമാണ്. അതിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ നിന്റെ പൊടി പോലും കണ്ടെത്തുവാൻ കഴിയുന്നതല്ല, നീ അവിടെ തകർന്ന് നിന്റെ ജീവിതം നാശമായി പോകും. അപ്പോൾ ഈ കഴുകൻ പറയുകയാണ്, നിങ്ങളൊന്നും വിഷമിക്കണ്ട, എനിക്ക് ബുദ്ധിയുണ്ട്. നിങ്ങൾക്ക് പേടിയുള്ളവരാണ്, അതാണ് നിങ്ങൾ നേരത്തെ പറന്നു പോയത്. എനിക്ക് ബുദ്ധിയുണ്ട്. ആ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ അരികിൽ വീഴുവാനായിട്ട് പോകുന്ന തൊട്ടു മുമ്പ് ഞാൻ പറന്നുയർന്നിരിക്കും. എനിക്ക് അത്രയും നേരം കൂടെ എൻ്റെ വയറ് നിറയ്ക്കാമല്ലോ.
എനിക്ക് ഈ മൃഷ്ടാന ഭോജനം കഴിക്കാമല്ലോ എന്ന ആ ഒരു നിർവൃതിയിൽ വളരെ അഹങ്കാരത്തോടെ അഭിമാനത്തോടെ ഈ കഴുകൻ അത് ഭക്ഷിച്ചു തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞു. ഈ ഡെഡ് ബോഡി ഒഴുകി ഒഴുകി നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു അഗ്രത്ത് എത്തുവാനിടയായി. ഇത് വീഴുവാൻ പോകുന്ന തൊട്ട് മുമ്പ് ഈ കഴുകൻ താൻ പറഞ്ഞതുപോലെ ചിറകടിച്ച് പറന്നുയരുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ദുഃഖത്തോട് പറയട്ടെ, അതിന് സാധിച്ചില്ല. കാരണം അതിൻ്റെ കൂർത്ത നഖങ്ങൾ, വിരലുകൾ ഈ ശവശരീരത്തിൻ്റെ ഈ എല്ലുകളിൽ കോർത്ത് അതിന് രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധം അതിനകത്ത് അത് അകപ്പെട്ടു പോകുവാൻ ഇടയായി. ആ ശവശരീരത്തോട് ചേർന്ന് ഈ കഴുകും ആ വെള്ളച്ചാട്ടത്തിൽ അത് ചാകുവാൻ ഇടയായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നാം പലപ്പോഴും സന്തോഷത്തിനായി സമാധാനത്തിനായി ഒക്കെ കണ്ടെത്തുന്ന വഴികൾ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി കണ്ടെത്തുന്ന വഴികൾ പലപ്പോഴും നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ഇങ്ങനെയുള്ള ജീവിത അനുഭവങ്ങളിലല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കുക. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇന്നത്തെ ലോകത്തിലെ ജീവിതം, മനുഷ്യൻ ലഹരി ഉപയോഗം. എന്തിനാ ലഹരി ഉപയോഗിക്കുന്നത്? അല്പസമാധാനവും സന്തോഷവും ആനന്ദവും കണ്ടെത്തുവാൻ മനുഷ്യൻ കണ്ടെത്തുന്ന വഴികൾ. അവൻ ചിന്തിക്കുന്നത്, ഞാൻ ഇതിൽ അടിമപ്പെടുകയില്ല, ഒരു പരിധിവരെ കഴിയുമ്പോൾ ഞാൻ മടങ്ങി വരും എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ, യുവതലമുറ, ഇന്നത്തെ നമ്മുടെ മക്കൾ, ഇവരെല്ലാം ബന്ധനത്തിലാണ്. ഇവർ അല്പസന്തോഷത്തിന് വേണ്ടി, ആനന്ദത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആരംഭിച്ചത് ഇന്നതാ ഈ ശവത്തിന്റെ കുരുക്കിൽപ്പെട്ടു പോയ കഴുകനെ പോലെ അവ നാശത്തിന്റെ പടുകുഴിയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയല്ലേ. മദ്യം, മയക്കുമരുന്നുകൾ, ലൈംഗികത, ആത്മസംയമനമില്ലാത്തത്, ആഡംബര സുഖഭോഗങ്ങൾ, ഇതെല്ലാം കൊണ്ട് ഇന്ന് കുടുംബം, ഈ ലോകം താറുമാറായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തല്ലേ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വേദപുസ്തകം പറയുന്നു, വി നീഡ് ലിബർട്ടി. ഈ ബന്ധനത്തിൽ നിന്ന് നമുക്കൊരു മോചനം ആവശ്യമാണ്, ഈ ബന്ധനത്തിൽ നമുക്കൊരു സ്വാതന്ത്ര്യം ആവശ്യമാണ് എന്ന് ബൈബിൾ ആവശ്യപ്പെടുകയാണ്. വേദപുസ്തകം പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമെന്നാണ്. നിങ്ങളൊരു പാപം ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ ശമ്പളം, അതിൻ്റെ വേജസ് എന്ന് പറയുന്നത് മരണം, ഡെത്താകുന്നു. ഒന്ന് ചിന്തിച്ചേ. അങ്ങനെയെങ്കിൽ നമുക്ക് വി നീഡ് ലിബർട്ടി, നമുക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ്. ഈ സ്വാതന്ത്ര്യം നമുക്ക് എങ്ങനെ നേടുവാൻ കഴിയും? പണം കൊടുത്ത് വാങ്ങുവാൻ കഴിയുമോ? ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ബിൽ ഗേറ്റ്സ് അല്ലേ, ഇവരൊക്കെ പണം കൊടുത്ത്, ഇവരെ കൊണ്ടൊന്നും ഈ സ്വാതന്ത്ര്യത്തെ വാങ്ങുവാൻ കഴിയില്ല. കാരണം തങ്ങളെ ഭരിക്കുന്ന ഈ ബന്ധനങ്ങളിൽ നിന്നും ഒരു മോചനം പണം കൊടുത്ത് വാങ്ങുവാൻ കഴിയുന്നതല്ല. കാരണം പാപത്തിൻ്റെ ശമ്പളം മരണം. എല്ലാ ബന്ധനങ്ങളും നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ഒടുവിൽ നാശത്തിലേക്കാകുന്നു എന്ന സത്യം. ഇവിടുത്തെ ചോദ്യം, എന്താണ് പരിഹാരം? ഇന്നത്തെ വേദഭാഗം, റോമർക്കെഴുതിയ വേദഭാഗത്ത് നമുക്ക് പരിശോധിക്കുമ്പോഴും, യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 36-ാമത്തെ വാക്യം വായിക്കുമ്പോഴും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകുമെന്നുള്ളതാണ്. ട്രൂലി യു വിൽ ഗെറ്റ് ലിബർട്ടി എന്നുള്ളതാണ്. സാക്ഷാൽ സ്വതന്ത്രർ ആകും. ജീസസ് വിൽ റെഡീം യു എന്നുള്ളതാണ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ, അതിൻ്റെ അർത്ഥം നാം എപ്പോഴും പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട്, പ്രത്യേകിച്ചും ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ലോക മാനവ ജനതയുടെ പാപം പൊക്കുവാൻ ബേത്ലഹേമിലെ ഗോശാലയിൽ വന്നു പിറന്ന അല്ലെ അരുമനാഥനായ യേശു ക്രിസ്തു. ഈ യേശു നൽകുന്ന ജീവിതം എന്നത് വളരെ ഹൃദ്യമാണ്, വളരെ അനുഗ്രഹീതമാണ്. നിങ്ങളത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? ഒന്നാമതായി യേശു നൽകുന്ന ജീവൻ എബഡന്റ് ബ്ലെസ്സിങ്സ് ആണ്, സമൃദ്ധിയായ ജീവൻ. 2, എവർലാസ്റ്റിംഗ് ലൈഫാണ്, നിത്യമായ ഒരു ജീവിതം. 3, ഇറ്റേണൽ ലൈഫ്, നിത്യ ജീവൻ. ഇത് 3 റെഫറൻസ് ബൈബിൾ നൽകുന്നുണ്ട്. സമൃദ്ധിയായ ജീവൻ യോഹന്നാൻ 10:10, നിത്യമായ ജീവിതം യോഹന്നാൻ 3:16, നിത്യ ജീവൻ മാർക്കോസ് സുവിശേഷം 10:17. നമുക്ക് വേണ്ടത് ആത്മീകവും ഭൗതികവുമായ ഒരു സ്വാതന്ത്ര്യമാണ്. പാപം, അടിമത്വം, കഷ്ടതകൾ, ദുരിതങ്ങൾ, നിരാശ, ദരിദ്രത, രോഗം, ഇവയിൽ നിന്ന് മോചിക്കപ്പെട്ട് ദൈവം നൽകുന്ന ആത്മീക അനുഗ്രഹങ്ങളിലേക്ക് മനുഷ്യൻ അല്ലെങ്കിൽ ദൈവ പൈതൽ ലിഫ്റ്റപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന തത്വവും അത് തന്നെയാണ്. മനുഷ്യനെ എല്ലാ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുന്ന ഒരനുഭവം. ഇതിന് സാധ്യമാകുന്നത് വാസ്തവത്തിൽ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച ആ ഒരു പ്രക്രിയയിലൂടെ മാത്രമേ സാക്ഷാൽ ലോകത്തിലെ മാനവ ജനതയ്ക്ക് സ്വാതന്ത്ര്യം നേടുവാൻ കഴിയുകയുള്ളൂ. ദൈവവചനത്താലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്താലുമുള്ള ഒരു വിടുതൽ, ഒരു സ്വാതന്ത്ര്യം, അതാണ് വേദപുസ്തകം പ്രഖ്യാപിച്ച് നൽകുന്നത്. എല്ലാ പ്രത്യാശയുടെയും റൂട്ട്, വേരെന്ന് പറയുന്നത് സ്വാതന്ത്ര്യം തന്നെയാണ്. പ്രിയമുള്ളവരെ, എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ എനിക്ക് ഇന്നത് നേടുവാൻ സാധിക്കും. ഈ ബന്ധനത്തിൽ നിന്ന് മോചിക്കപ്പെട്ടാൽ, കടഭാരത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ, ഈ രോഗത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടാൽ, ഈ പാപത്തിൽ നിന്ന് മുക്തി നേടിയാൽ, നോക്കണേ ജീവിതത്തിൽ എത്ര അനുഗ്രഹീതമായ ഒരു അനുഭവം. സോ വേദപുസ്തകം പറയുന്നത് ലിബർട്ടി ഈസ് എ പ്രൈം കൺസേൺ. മനുഷ്യൻ ബന്ധനങ്ങളിൽ നിന്നും വിമോചിക്കപ്പെടണം. ചിന്തകളിലെ ബന്ധനങ്ങളാകാം, പ്രവൃത്തികളിലെ ബന്ധനങ്ങളാകാം, ധാരണകളിലെ തീരുമാനങ്ങളിലെ ബന്ധനങ്ങളാകാം. ഇതിൽ നിന്ന് മനുഷ്യൻ കട്ട് ഓഫ് ചെയ്ത് തൻ്റെ ജീവിതം ക്രിസ്തുവുമായിട്ട്, ദൈവവുമായിട്ട് ബന്ധിപ്പിക്കണമെന്നുള്ളതാണ് ബൈബിൾ നമ്മോട് ആവശ്യപ്പെടുന്നത്. ജീസസിൻ്റെ ലൈഫ് നമുക്ക് നോക്കാം. അവിടെ യേശുവിൻ്റെ ദൗത്യം എന്നത് പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്വാതന്ത്ര്യം നൽകുക എന്നതായിരുന്നു. ജീസസ് മിഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്, ലിബർട്ടി, ടു ഗീവ് ലിബർട്ടി. യേശു പ്രസംഗിച്ചതും അത് തന്നെയാണ്. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും, ശ്രദ്ധിക്കണേ, ബദ്ധന്മാർക്ക് വിടുതലും, കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും, പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും, കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, എത്രയോ കാലഘട്ടത്തിനു മുമ്പ് പ്രവാചകന്മാരിലൂടെ പിതാവായ ദൈവം നൽകിയ അരുളപ്പാടാണ് തൻ്റെ പുത്രനെ അയക്കുമെന്നുള്ള ഒരു വലിയ സുവാർത്ത. അതിൻ്റെ പൂർത്തീകരണമാണ് ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ ആഗമനത്തിലൂടെ സാധ്യമായി മാറുന്നത്. മനുഷ്യനെ പാപാന്തകാരത്തിൽ നിന്ന് വിടുവിക്കുവാൻ, അവനെ റെഡീം ചെയ്ത് അവനെ ദൈവത്തോട് അടുപ്പിക്കുന്ന, അവനെ സ്വതന്ത്രമാക്കുന്ന ഒരു ചിത്രം. ബൈബിൾ പറയുന്നു, ആത്മാവ് എന്നെയും നിങ്ങളെയും സ്വാതന്ത്ര്യം നൽകി സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിലൂടെ നടത്തുന്നു എന്നുള്ളത്. ആത്മാവ് സ്വാതന്ത്ര്യം നൽകുന്നു. യേശു നമുക്ക് സ്വാതന്ത്ര്യം നൽകുമ്പോൾ നമ്മിൽ യഥാർത്ഥ സന്തോഷമുണ്ടാകുന്നു എന്നതാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം, 430 വർഷക്കാലം അടിമത്തത്തിൽ കഴിഞ്ഞ ദൈവത്തിൻ്റെ ജനം മിസ്രൈമിൽ. അതൊരു പ്രവാസമാണ്. തുടർന്ന് 5-ാമത്തെ ഒടുവിലത്തെ പ്രവാസം 70 വർഷത്തെ ബാബിലോണിലെ പ്രവാസം. ചിന്തിക്കുക, ഇതെല്ലാം ബന്ധനങ്ങളായിരുന്നു. ഇതിൽ നിന്നൊക്കെ ദൈവം അവരെ മോചിപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട്. ആദ്യത്തെ ബന്ധനം എന്ന് പറയുന്നത് ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മനുഷ്യനെ ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. പാപബന്ധനത്തിൽ, പാപത്തിൻ്റെ വഴികളിലൂടെ വശീകരിക്കപ്പെട്ട് ആ ബന്ധനത്തിലിരുന്നവർ ഇതാ പ്രവാസത്തിലേക്ക് വിടുകയാണ്. ദൈവത്തിൽ നിന്നുള്ള ഡിറ്റാച്ച്മെൻറ്റ്. ശേഷം നോഹയുടെ കാലഘട്ടത്ത് അവിടെയും ബൈബിൾ പറയുന്നു, അവിടെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് പറയുന്നു. ഭൂമിയിൽ നിന്നും, ആകാശവും ഭൂമിയിലും ഇല്ലാത്ത വിധത്തിൽ അതിൻ്റെ മധ്യഭാഗത്ത് വെള്ളത്തിലൂടെ ഒഴുകി നടന്ന പെട്ടകം ഏകദേശം 1 വർഷത്തോളം പ്രവാസത്തിൻ്റെ അനുഭവം, ഡിറ്റാച്ച്മെൻറ്റ്. പിന്നെ 3-ാമത്തെ പ്രവാസമായ ബാബേൽ ഗോപുരം. അവിടെ ദൈവത്തിനെതിരായി മത്സരിച്ചുകൊണ്ട് പാപം ചെയ്തതുകൊണ്ട് അവിടെ ഡിറ്റാച്ച്മെൻറ്റ്, ദൈവം അവരുടെ ഭാഷയെ കലക്കി അവരെ ചിതറിക്കുന്ന ഒരനുഭവം കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ജീവിതത്തിൽ എവിടെയെങ്കിലും നാം അത്തരത്തിലുള്ള ബന്ധനത്തിലാണോ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്? നാം ആയിട്ട് ബന്ധനങ്ങൾ പോകുന്ന അനുഭവങ്ങൾ, അല്ലേ? വേദപുസ്തകം പറയുന്നു, കം ബാക്ക് ടു ദ കിങ്. രാജാവായ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. യേശു നമ്മെ വിളിക്കുകയാണ്. പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ സാക്ഷാൽ നാം സ്വതന്ത്രർ ആകുമെന്നുള്ള ദൈവവചനം മറന്നു പോകരുത്. ഈ ക്രിസ്മസ് നാളുകളിൽ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന ചിന്തയും അത് തന്നെയാണ്. പുത്രൻ നമ്മെ സ്വതന്ത്രരാക്കിയാൽ സാക്ഷാൽ നാം സ്വതന്ത്രർ ആകും. എത്ര ഉന്നതമായ ഉയർന്ന ചിന്ത പ്രിയമുള്ളവരെ. നമ്മെ തന്നെ സമർപ്പിക്കാമോ കർത്താവിൻ്റെ കരങ്ങളിൽ? കർത്താവെ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുവചനത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. രണ്ട് കാര്യങ്ങൾ. ദൈവജനത്തെ, ലോക മാനവ ജനതയെ ശുദ്ധീകരിച്ച് അവരെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വതന്ത്രരാക്കുന്ന രണ്ട് ഘടകങ്ങൾ ബൈബിൾ പറയുന്നു. ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തവും. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൽ പുത്രനായ യേശു ക്രിസ്തു, പഴയ നിയമത്തിൽ പ്രവാസങ്ങളിൽ നിന്നൊക്കെ ദൈവം ജനത്തെ വിടുവിച്ചുവെങ്കിൽ, പുതിയ നിയമത്ത് ക്രിസ്തു പാപത്തിൽ നിന്നും സകല രോഗത്തിൽ നിന്നും അന്യായ ബന്ധനങ്ങളിൽ നിന്നും സാത്താന്യ ബന്ധനങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുന്നു. ഏത് തരത്തിൽപ്പെട്ട സാത്താന്യ കെട്ടുകളിൽ ബന്ധനങ്ങൾ എൻ്റെ പ്രിയ ദൈവമൈതലേ നിങ്ങൾ കഴിഞ്ഞാലും അതിൽ നിന്ന് വിടുവിക്കുവാൻ യേശുവിന് മാത്രമേ ശരിയായി കഴിയുകയുള്ളൂ. ലോകം തരുന്ന ചില സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാകാം. ഇറ്റ്സ് ഓൾ ടെമ്പററി. ലോകം കാണിച്ചു തരുന്ന വിമോചനത്തിന്റെ വഴികൾ അത് താൽക്കാലിക മാത്രമാകുമ്പോൾ, ദൈവം തൻ്റെ പുത്രനിലൂടെ കാണിച്ചു തന്ന സ്വാതന്ത്ര്യത്തിന്റെ വഴി എന്ന് പറയുന്നത് അത് വളരെ നിരന്തരമായതാകുന്നു, പെർമനന്റ് ആകുന്നു എന്നതാണ് വചനം പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൽ ജീവിക്കുന്ന തൻ്റെ ജനത്തെ രണ്ടാം മരണത്തിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവം കൂടെ ഉണ്ട് പ്രിയമുള്ളവരെ. അത് ഏറ്റവും ധന്യമായ ഒരു അനുഭവമാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ ആത്മാവിനെ രണ്ടാം മരണമെന്ന ബന്ധനത്തിൽ നിന്ന് വിടുവിപ്പാൻ യേശുവിന് കഴിയും. നിങ്ങൾ യേശുവിൽ വിശ്വസിച്ച് യേശുവിൽ ജീവിക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ടും നിത്യമായ ജീവൻ കരസ്ഥമാക്കുവാനായി സാധിക്കും. ഞാനത് ആരംഭത്തിൽ 3 ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത്. സമൃദ്ധിയായ ജീവൻ. ഈ ലോകത്ത് ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം സമൃദ്ധിയിൽ ജീവിക്കുന്ന അനുഭവം. അതൊരു സാമ്പത്തികമായ ആ ഒരു അളവിലല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതെല്ലാം ഉണ്ടാക്കണം. പക്ഷെ സമൃദ്ധിയായ ജീവൻ, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതം സമൃദ്ധിയായി മുന്നോട്ട് പോകുന്നു. ഒപ്പം നിത്യമായ ജീവിതം, അതോടൊപ്പം നിത്യ ജീവൻ. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ ജീവിക്കുന്ന മക്കൾക്ക് ലഭിക്കുന്ന നന്മ അതാണ്. ഈ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഈ ക്രിസ്മസ് നാളുകളിൽ കർത്താവെ, ഞാൻ ഇന്നായിരിക്കുന്ന ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കണം. ഏത് തരത്തിലുള്ള ബന്ധനങ്ങളാകട്ടെ, ഏത് തരത്തിലുള്ള എൻ്റെ ദോഷം സ്വഭാവങ്ങൾ, എനിക്ക് ഒരുപാട് സ്വഭാവങ്ങൾ, അതിൽ ചില സ്വഭാവങ്ങൾ ദൈവഹിതകരമല്ലാത്ത, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ചില സ്വഭാവങ്ങൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ബന്ധനങ്ങളാണ്. സാധാന്യ കെട്ടുകളുണ്ട്. നമ്മുടെ ചില ധാരണകൾ, നമ്മുടെ ചില പ്രഡിക്ഷനുകൾ, ചില ഇമാജിനേഷനുകൾ, ചില സാങ്കല്പികമായ ചിന്തകൾ, ഇതെല്ലാം ബന്ധനങ്ങളാണ് പ്രിയമുള്ളവരെ. മറ്റുള്ളവർക്ക് വേദന നൽകുന്ന, സങ്കടം നൽകുന്ന, ദൈവത്തെ വേദനിപ്പിക്കുന്ന, ദൈവവചനത്തിന് വിരുദ്ധമായ, പ്രകൃതിക്ക് വിരുദ്ധമായ, സഹമനുഷ്യർക്ക് വിരുദ്ധമായ, സഹവിശ്വാസികൾക്ക് വിരുദ്ധമായ ബന്ധനക്കെട്ടുകൾ അഴിഞ്ഞു വീഴണം പ്രിയമുള്ളവരെ. അതിനുവേണ്ടിയാണ് ആ ചങ്ങലകൾ, പാപബന്ധനങ്ങളുടെ ചങ്ങലകൾ പൊട്ടിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഈ ലോകത്തിൽ അവതരിച്ചത്. കാലം ഇത്രയായി ക്രിസ്തയേശുവിനെ ധരിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന സോക്കോൾഡ് വിശ്വാസിയെ ദൈവം ചോദിക്കുകയാണ്, മകനെ, മകളെ, നീ എൻ്റെ നാമം ധരിക്കുകയും ഇപ്പോഴും നീ പാപത്തിന്റെ അടിമ നുഖത്തിൽപ്പെട്ട് പാപത്തിന്റെ ബന്ധനത്തിലല്ലേ നീ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു? നിന്നിൽ സന്തോഷമുണ്ടോ? സമാധാനമുണ്ടോ? നിനക്കുള്ളിൽ സ്വാതന്ത്ര്യമുണ്ടോ? ദൈവം ചോദിക്കുകയാണ്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വാ, ദൈവവചനത്തിലേക്ക് മടങ്ങി വാ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ സാക്ഷാൽ നിങ്ങൾ സ്വതന്ത്രർ ആകും. നിങ്ങൾ സ്വതന്ത്രരായാൽ മാത്രമേ നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ലോകം നിങ്ങളെ ബന്ധിച്ചു വച്ചിരിക്കുന്നെന്നും അതിനെ പൊട്ടിച്ച് പുറത്തു വന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിത്യജീവൻ, മരണശേഷമുള്ള സ്വർഗരാജ്യ ഭാഗ്യം, പരദീസ ഭാഗ്യം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളെ തന്നെ യേശുവിനായി ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവെ, എന്നിലേക്ക് വരണമേ, എന്നിലെ അന്യായ ബന്ധനങ്ങളെ പൊട്ടിച്ചു ആ സ്വാതന്ത്ര്യത്തിലേക്ക് വഴി നടത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്. ലൂക്കോസ് വിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് ബദ്ധന്മാർക്ക് എന്ത് നൽകുമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം ആവർത്തിക്കുന്നു. ലൂക്കോസ് വിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ്
ബദ്ധന്മാർക്ക് എന്ത് നൽകുമെന്നാണ് അവിടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ ആൻസറുകൾ, മറുപടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. തലകൾ വണക്കാം. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, കർത്താവെ, ഏറ്റവും ധന്യവും അനുഗ്രഹീതവുമായ ഈ ദിനത്തിനായി ഞങ്ങളെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തെ കർത്താവ് കാണുന്നു, അറിയുന്നു. മനുഷ്യൻ ഞങ്ങളുടെ മുഖത്തെ കാണുമ്പോൾ, ബാഹ്യമായത് കാണുമ്പോൾ, ഞങ്ങളുടെ ഹൃദയത്തെ, മനസ്സിനെ, ചിന്തകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവമേ, ഞങ്ങൾ എവിടെയെങ്കിലും ബന്ധിക്കപ്പെട്ടവരെങ്കിൽ പിതാവെ ഞങ്ങളോട് ക്ഷമിക്കണമേ അപ്പ. ഈ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങ് മാത്രമാണ് വല്ലഭൻ, നല്ലവൻ, ശക്തനായവൻ. കർത്താവെ, അവിടുന്ന് വലിയവ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. അന്ന് അസാധ്യമായി സാധ്യമാക്കിയ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ, ഞങ്ങളെ സ്വതന്ത്രരാക്കുവാൻ കഴിയാത്ത ബന്ധനങ്ങൾ ഞങ്ങൾ പെട്ടു നിൽക്കും. അതിൽ നിന്നൊക്കെ മോചനം നൽകുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അത് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതിലേക്കായി ഞങ്ങളെ താഴ്ത്തി പരമേൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന സ്തോത്രം. ദൈവ കൃപ ഞങ്ങളോട് കൂടിരിക്കട്ടെ. ദൈവ സാന്നിധ്യം ഞങ്ങളോട് കൂടിരിക്കട്ടെ. അത്ഭുതങ്ങളെ കാണുമാറാക്കണമേ, അതിശയങ്ങളെ പ്രവർത്തിക്കണമേ. കർത്താവേ, അങ്ങ് മാത്രമാകുന്നു ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ സഹായകൻ, ഞങ്ങളുടെ കോട്ട, ഞങ്ങളുടെ ആശ്രയം, ഞങ്ങളുടെ ജീവന്റെ ബലം. കർത്താവ് അന്ത്യത്തോളം വഴി നടത്തി അനുഗ്രഹിക്കണമേ. ഈ കർത്താവെ സന്ദേശം ശ്രവിച്ച എല്ലാ ജനത്തെയും യേശുവേ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ, അനുഗ്രഹം, സമാധാന, സന്തോഷം നിന്റെ മക്കളോട് കൂട്ടിരിക്കട്ടെ. കൈവിടാതെ ദൈവമായ കർത്താവ് നിന്റെ മക്കളെ കരുതുകയും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണം. യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം. തിരുരാജ്യം വരണം. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണം. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും പിതാവിനുള്ളതല്ലോ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപ, അനുഗ്രഹം, സമാധാനം, സന്തോഷം നിങ്ങളെല്ലാവരും ഇന്നും വന്ന് സർവ്വദാ സദാകാലം കൊണ്ടിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നൽകുന്ന സ്വാതന്ത്ര്യത്തെ പ്രാപിക്കാം. ഈ ക്രിസ്മസ് നാളുകൾ അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു.